ഞാൻ ഇപ്പൊ നിന്റെ കാര്യം മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്റെ കാര്യം ഓർക്കുന്നേ? നിന്റെ കാര്യമല്ല, ഞാൻ വേറെ കാര്യം ഓർക്കാനേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഈ അച്ഛന്റെ മുഖത്ത് നോക്കി എനിക്ക് ഇതിനുള്ള മറുപടി ഒന്നും പറയാൻ വയ്യ. എടി കൊച്ചെ, നീ എന്റെ മുഖത്ത് നോക്കണ്ട, അല്ലാതെ പറ. കല്യാണ കാര്യം പറഞ്ഞോണ്ട് മേലെ എന്റെ പറയാൻ വന്നേക്കരുത്. പിന്നെ എന്ത് കാര്യം പറഞ്ഞാണ്ടാ വരുന്നത്? എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം എന്തുകൊണ്ടും നിനക്ക് നല്ലതാ. നിനക്ക് ആവശ്യമുള്ള പണം, കാറ്, വീട്, നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. എനിക്കൊന്നും വേണ്ട. എന്തൊക്കെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് എന്നത് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പന്റെ പ്രായമുള്ള ആളിന്റെ കൂടെ വേണം ഞാൻ ജീവിക്കാൻ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിൽ ഇരിക്കുന്ന മോനുണ്ടല്ലോ, അത് എനിക്ക് യോജിച്ചത്. ഈ പ്രായം എന്നൊക്കെ പറയുന്ന ഒരു നമ്പരാ. ഇനി അത് പോട്ട്, ആ നമ്പർ ഇവിടെ ഇറക്കണ്ട. എന്റെ മോന്റെ കാര്യം, അവന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്തിനെങ്കിലും അവനെ കൊള്ളാവും. പ്രായത്തിൽ ഞാൻ നോക്കിയിട്ട് അത് തന്നെ യോജിക്കുന്നത്. പ്രായം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ലല്ലോ. എനിക്ക് ചേരുന്ന ആളിനെ ഞാൻ കണ്ടുപിടിച്ചോളും. ഞാൻ പറയുന്ന അപ്പന്റെ പ്രായമുള്ള ആയുണ്ട്, ഇല്ലെങ്കിൽ വെള്ളത്തീപ്പ കടന്നേനായിരുന്നു. മേലെ എന്റെ അടുത്ത് കല്യാണ കാര്യം പറഞ്ഞോണ്ട് വന്നേക്കരുത്. ഇനി നീ പിണങ്ങി പോണ്ട, ഞാൻ പോയേക്കാം. നിന്റെ കുളി ഞാൻ കാരണം മുടങ്ങണ്ട. എന്നായിരുന്നാലും നീ എന്റെ കയ്യിൽ തന്നെ വരും മോളെ. എന്തുവായിരുന്നു അവിടെ? മേഴ്സി ആകെ കലിപ്പിലാണല്ലോ. എടാ, ഞാനേ അവക്കൊരു കല്യാണ കാര്യത്തിന്റെ കാര്യം പറയായിരുന്നു. ലക്ഷണം കണ്ടിട്ട് അതൊന്നും അല്ലല്ലോ. പോർന്നു ഒറ്റ കടി വെച്ചുതരും. ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് സഹായിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. നീ ഇതിനകത്തൊന്നും വേണ്ട, നീ പോയേ. എന്തുവായിരുന്നു ഇവിടെ? നിന്നെ കെട്ടിച്ചിടണമെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അങ്ങനെയല്ലടാ, അയാൾ എന്നെ കെട്ടിക്കോളാന്നാ പറഞ്ഞു. അയാളോ? അയാള് സ്വന്തം മോൻ അന്യ ഒരു പെണ്ണിനെ സ്നേഹിച്ചതിന് അവിടുന്ന് ഇറക്കി വിട്ടതാ. അയാൾക്ക് ഞാനൊരു പണി കൊടുക്കും. എന്ത് പണി കൊടുത്താലും വേണ്ടിയല്ല എന്റെ പേര് അവസാനം അതിനകത്ത് വരെ. നിനക്കൊരു പ്രശ്നവും വരത്തില്ല. എനിക്ക് കുഴപ്പമില്ല. ഏതായാലും നീ ഇവിടെ കുളിക്കേ, ഞാൻ എന്റെ വീട്ടിൽ പോയി കുളിച്ചോളാം. ഇല്ലച്ചാ, അവളവിടെ കുളിക്കുകയല്ലേ. അവളെ കെട്ടിച്ചു വിടാനുള്ളൊരു കുട്ടിയല്ലേ, അവൾക്കൊരു അപവാദം വരാൻ പാടില്ലല്ലോ. അത് ശരിയാണ്. അവൾക്ക് ഇപ്പം നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അതവൾക്ക് വേണ്ടെന്നാ പറയുന്നേ. നീ എന്താണ് ഇടിച്ചു കാണിക്കുന്നത്? അവള് വല്ലതും പറഞ്ഞോ? അവള് പറഞ്ഞത് അച്ചായൻ അവളെ കെട്ടുന്ന കാര്യമാ. ഓ നാശം, അതവള് നിന്നോട് പറഞ്ഞു. അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം. എടാ ബിജു, അവക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. അവളങ്ങനെ നിൽക്കട്ടെ, മൂത്ത് നരച്ച്. ഒടുവിലേ അവള് വരും എൻ്റെ അടുത്ത്. പിന്നെ അവളെക്കാളും ചെറുപ്പം, സുന്ദരി, അത് മതിയോ? അതവിടെ നിന്ന് കിട്ടാനാ? തോക്കെ കയറി വെടി വെക്കാതെ പറയട്ടെ. എവിടെ നിന്ന് കിട്ടാനാ? ആകാംക്ഷ കണ്ടില്ലേ? കല്യാണപ്രായം കഴിഞ്ഞുള്ളൊരു മോനുള്ള വീടാ. എടാ, നെഗറ്റീവ് പറയാതെ അത് എവിടെ നിന്ന് കിട്ടിയാണെന്നൊന്ന് പറ. ഞാനൊന്ന് സന്തോഷിച്ചു വരുന്നു. പറയടാ ഇവിടെ വന്നു. സന്തോഷം കളയണ്ട. പെണ്ണുങ്ങളെ കെട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഒരു വഴി ഒന്ന് പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞിട്ട് വേണം അന്നാമ്മ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ. അമ്മാമ്മ സമ്മതിച്ചു. അതൊക്കെ ഞാൻ അതൊക്കെ തരാന്നേ.
എന്താ പതിവില്ലാതെ ഏയ് ഒന്നുമില്ല അമ്മാമ്മേ. അമ്മാമ്മയ്ക്ക് ഇന്ന് സുഖമില്ലെന്ന് അറിഞ്ഞല്ലോ. സുഖമില്ലടാ. സുഖമില്ലെന്ന് പറഞ്ഞ് കയറി കിടക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അറിയാനാണെങ്കിൽ 24 മണിക്കൂറും തീറ്റയും കുടിയും. അതെയോ? ആ പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചായ കുടിക്കും, പിന്നെ വൈകിയോളം കട്ടന് വിട്ട് ഞാൻ കൂടെ നിന്നോണം. ഇതിനിടയ്ക്ക് ചോറും കറിയും വെക്കണം, സാമ്പാറും അവിയലും തോരനും പിന്നെ മീൻ പൊരിച്ചത് ഇത് എല്ലാം ടേബിള് നിറയണം. അമ്മാമ്മക്ക് ടേബിൾ നിറയ്ക്കാനാന്നോ അച്ഛന്റെ വയറ് നിറയ്ക്കാനാന്നോ കൂടുതൽ താല്പര്യം? അച്ചായ വയറും നിറയ്ക്കും, എനിക്ക് ഞാൻ ടേബിളും നിറയ്ക്കും. അത് കൊള്ളാം. എന്തായാലും ഇന്ന് ഞാൻ അമ്മാമ്മയെ സഹായിക്കാം. അതൊന്നും വേണ്ടടാ, നീ പോ. അല്ല, അമ്മാമ്മക്ക് തീരെ വയ്യെന്ന് അച്ഛൻ പറഞ്ഞത്. അത് തന്നെയല്ല, ഇന്ന് കാണുന്നവരെ ഇനി നാളെ കാണത്തില്ലെന്നാ. അപ്പൊ നീ എന്നെ മരിപ്പിക്കാൻ വന്നയാണോ? ഏയ് അല്ല, അമ്മാമ്മ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല. അയ്യോ, അമ്മാമ്മ മരിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ അച്ചായൻ ആരാ ഉള്ളത്? അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അദ്ദേഹത്തിന് പിന്നെ ആരാ ഉള്ളത്? ഒരു മോനുള്ളത് എവിടാന്ന് കൂടി അറിയില്ല. കരയരുതമ്മാമ്മ, അവൻ മടങ്ങി വരും, അല്ലെങ്കിൽ വരുത്തും. ഈ ബിജു തരുന്നൊരു വാക്കാ. ഇപ്പൊ ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോയതിന്റെ കുറ്റത്തിനാണ് അവനെ ഇങ്ങനെയൊക്കെ ശിക്ഷിച്ചത്. അമ്മാമ്മ, ഇപ്പൊ ആര് ജാതിയും മതമൊക്കെ നോക്കുന്നത്? അതൊക്കെ പണ്ടായിരുന്നു. കുറഞ്ഞ ജാതി, കൂടിയ ജാതി. ഇപ്പൊ കറുത്തവന്റെയും വെളുത്തവന്റെയും രക്തത്തിന്റെ നിറം ഒന്നു തന്നെയല്ലേ? അതിന് ആദ്യം സമ്മതിക്കണ്ടേ? എന്തായാലും കുന്നിന്മ പള്ളിയിലെ ഒരു പൊൻകുരിശം നേർന്നു. ഇതൊന്നും ഞാൻ ചെയ്യിക്കില്ല. കൈ മുറിച്ച് കൊണ്ടുവന്നു. എത്ര വയ്യെങ്കിലെന്താ, എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനായിട്ട്. എന്നാ ഇത് പോട്ടെ, ഇവിടെ വേറെ എന്തെല്ലാം ജോലി കിടക്കുന്നു. അത് അച്ഛന് വന്നൊന്ന് സഹായിച്ചുകൂടെ? ഒന്ന് പോടാ, നീ പാരമണിയാൻ വന്നയാളല്ലേ, ഇത്രയും നാളില്ലാത്തത്. ഞാൻ ചെയ്തു പോകും. അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ പൊന്നു പോലാ നോക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ മാതൃകാ ദമ്പതിമാരാ. അയ്യോ അമ്മാമ്മേ, ഞാൻ മറ്റൊരു കാര്യം അറിയാനിട്ടാ വന്നത്.